നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ ഗ്രീൻവിച്ച് കെന്റ് സർവകലാശാലകൾ കൈകോർത്ത് ആദ്യ സൂപ്പർ യൂണിവേഴ്സിറ്റി സെപ്റ്റംബറിൽ വരുന്നു. രൂപം കൊള്ളുന്നത് ലണ്ടൻ, മെഡ്വേ, കെന്റ് എന്നിവിടങ്ങളിലായി വ്യാപിച്ച 4 ക്യാമ്പസുകളിലുമായി 50,000-ത്തിലധികം വിദ്യാർത്ഥികളുമായി രാജ്യത്തെ മൂന്നാമത്തെ വലിയ ഉന്നത വിദ്യാഭ്യാസ കൂട്ടായ്മ. ചരിത്രപരമായ ലയനം നടക്കുന്നത് യുകെയിലെ സർവകലാശാലകൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ. ബ്രിട്ടീഷ് ഉപയോക്താക്കൾക്ക് എൻക്രിപ്റ്റ് ചെയ്ത ഐക്ലൗഡ് ഡേറ്റയിലേക്കുള്ള പ്രത്യേക പ്രവേശനം അനുവദിക്കണമെന്ന സർക്കാർ ആവശ്യത്തിനെതിരെ ടെക് ഭീമനായ ആപ്പിൾ വീണ്ടും നിയമ പോരാട്ടത്തിൽ. ബ്രിട്ടന്റെ അന്വേഷണ അധികാരം ട്രൈബ്യൂണൽ നൽകിയ ഹർജിയിലൂടെ കമ്പനി സർക്കാർ പുറപ്പെടുവിച്ച നോട്ടീസിനെ ചോദ്യം ചെയ്യുന്നു. ഐക്ലൗഡ് ഡേറ്റയിലുള്ള പ്രത്യേക പ്രവേശനം അനുവദിച്ചാൽ അത് ഉപയോക്താക്കളുടെ സ്വകാര്യതയും ഡേറ്റ സുരക്ഷയും അപകടത്തിലാക്കുമെന്ന് ആപ്പിൾ. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജയിലുകൾ അതിരൂക്ഷമായ തിരക്ക് കുറയ്ക്കുന്നതിനായി നടപ്പാക്കാനിരുന്ന മോചന പദ്ധതിയിൽ നിന്നും ബലാത്സംഗ ശിശുപീഡന കേസുകളിലെ പ്രതികളെ ഒഴിവാക്കി. ഇത്തരം കേസുകളിലെ പ്രതികൾ ഉടൻ മോചനമില്ല എന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആന്റി ബെനം വ്യക്തമാക്കി. സെപ്റ്റംബറിൽ ആരംഭിക്കാനിരിക്കുന്ന പദ്ധതി ഒക്ടോബറിൽ മാറ്റിവെച്ചു. കൊലപാതക കേസുകളിലും ഗാർഹിക പീഡന കേസുകളിലും ശിക്ഷ അനുഭവിക്കുന്നവർക്ക് ഇളവ് ലഭിക്കുന്ന തീരുമാനം വിവാദത്തിൽ. ഇറാനുമായുള്ള ചർച്ചകൾ നിലവിൽ നടക്കുന്നുണ്ട് എന്നും ഇത് കരാറിൽ ഒപ്പിടാനുള്ള അവരുടെ അവസാന അവസരമാണ് എന്ന മുന്നറിയിപ്പ് നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ തന്നെ അഭ്യർത്ഥന പ്രകാരമാണ് ചർച്ചകൾ നടക്കുന്നതെന്നും സൗദി അറേബ്യ, UAE, ഖത്തർ എന്നീ രാജ്യങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നും ട്രംപ്. ഇറാനുമായുള്ള യുദ്ധത്തെ തുടർന്നുണ്ടായ എണ്ണവില വർധനവിൽ നിന്നും അമേരിക്കയിലെ പ്രമുഖ എണ്ണ കമ്പനികളായ എക്സോൺ മൊബിൽ, ഷെവ്രോൺ എന്നിവ അമിത ലാഭം നേടിയെന്ന് ട്രംപിന്റെ ആരോപണം. ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകാൻ ഇന്ധനവില കുറയ്ക്കണമെന്ന് ആവശ്യം. ഖത്തർ ഇപ്പോൾ ഇറാനേക്കാൾ ഇസ്രയേലിന് കൂടുതൽ അപകടകാരിയായ ശത്രുവാണ് എന്ന് മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ്. ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ഖത്തറിനെ ഔദ്യോഗികമായി ശത്രു രാജ്യമായി പ്രഖ്യാപിക്കുമെന്നും നഫ്താലി ബെനറ്റ്. പ്രതിപക്ഷ നേതാവ് യാറിൽ ലാപിഡുമായി ചേർന്ന് രൂപീകരിച്ച ടുഗദർ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ വിശാലമായ സഖ്യ സർക്കാർ രൂപീകരിക്കാനാണ് താൻ ലക്ഷ്യമിടുന്നതെന്നും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും സർവേ ഫലങ്ങളും ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്ന് നഫ്താലി ബെനറ്റ്. പാകിസ്ഥാൻ രണ്ടായി പിളർന്നു. ഓഗസ്റ്റ് 11 ബലൂചിസ്ഥാന്റെ സ്വതന്ത്ര ദിനമായി പ്രഖ്യാപിച്ച റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ആഴ്ചകൾക്ക് ശേഷമാണ് സമൂഹ മാധ്യമങ്ങളുടെ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ലോകമെമ്പാടും ആഘോഷങ്ങൾ നടത്താൻ ദേശീയ ഐക്യത്തോടെ ഈ ദിനം ആചരിക്കുവാനും ബലൂച്ച് ജനതയോട് ആഹ്വാനം ചെയ്ത റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ നടി തൃഷയ്ക്കെതിരായ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ തമിഴ്നാട്ടിൽ നാടകീയ രംഗങ്ങൾ. അധിക്ഷേപ പരാമർശം നടത്തിയ ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്ത് തഞ്ചാവൂർ പോലീസ്. കാവേരി വിഷയത്തിലെ പ്രസംഗത്തിന് തൃഷയ്ക്കെതിരെ നടത്തിയ ദ്വയാർത്ഥ പരാമർശത്തിലാണ് പോലീസ് കേസെടുത്ത് നടപടി സ്വീകരിച്ചത്. കർണാടകയിൽ സിവിൽ പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ പരിഹസിച്ച ആഭ്യന്തരമന്ത്രി പ്രിയങ്ക് ഖർഗെ. ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിഷേധക്കാരുടെ ആവശ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു ഖാർഗെയുടെ പരിഹാസം. പ്രതിഷേധക്കാർ 25 ദിവസം നിരാഹാരം ഇരിക്കട്ടെ എന്നും പ്രതിഷേധത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ലാത്തിചാർജ് നടത്തുമെന്നും അതിനുശേഷം താൻ രാജിവെക്കുമെന്നും മന്ത്രിയുടെ പരിഹാസം. സർക്കാർ സ്ത്രീകൾക്ക് അനുവദിച്ച പ്രിയദർശിനി സൗജന്യ യാത്രയിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു എന്ന വിവാദ പരാമർശവുമായി ഗതാഗത മന്ത്രി CP ജോൺ. പൈസയില്ലാത്ത KSRTC ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുകയാണെന്നും എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളിൽ ചേർക്കുന്നുവെന്നും മന്ത്രിയുടെ വിവാദ പ്രസ്താവന കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ വിവാദ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. യുകെയിലെ ആദ്യ സൂപ്പർ യൂണിവേഴ്സിറ്റി എന്ന വിശേഷത്തോടെ ഗ്രീൻവിച്ച് സർവകലാശാലയും കെന്റ് സർവകലാശാലയും ലയിച്ച് രൂപം കൊള്ളുന്ന ലണ്ടൻ ആൻഡ് സൗത്ത് ഈസ്റ്റ് യൂണിവേഴ്സിറ്റി ഗ്രൂപ്പ് സെപ്റ്റംബർ 7 മുതൽ പ്രവർത്തനം ആരംഭിക്കും. 50,000-ത്തിലധികം വിദ്യാർത്ഥികളെയും ലണ്ടൻ, മെഡ്വേ, കെന്റ് എന്നിവിടങ്ങളിലായി വ്യാപിച്ച 4 ക്യാമ്പസുകളെയും ഉൾക്കൊള്ളുന്ന ഈ കൂട്ടായ്മ രാജ്യത്തെ മൂന്നാമത്തെ വലിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായി മാറും. ലയനം നടപ്പിലാകുന്നെങ്കിലും ഗ്രീൻവിച്ചും കെന്റും തങ്ങളുടെ പേരുകളും ബ്രാൻഡ് തിരിച്ചറിവിലും നിലനിർത്തും. വിദ്യാർത്ഥികൾ നിലവിലെ സർവകലാശാലകളുടെ പേരിൽ തന്നെ പഠനം പൂർത്തിയാക്കി ബിരുദം നേടും. എന്നാൽ ജീവനക്കാർ പുതിയ ഗ്രൂപ്പിന്റെ കീഴിലായിരിക്കും പ്രവർത്തിക്കുക. ഗ്രീൻവിച്ച് വൈസ് ചാൻസലർ പ്രൊഫസർ ജെയിൻ ഹാരിങ്ടൺ പുതിയ ഗ്രൂപ്പിലെ ചീഫ് എക്സിക്യൂട്ടീവ് സ്ഥാനം വഹിക്കും. യുകെയിലെ സർവകലാശാലകൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ ചരിത്രപരമായ ലയനം നടക്കുന്നത്. ഉയർന്ന ചെലവും കുറഞ്ഞ വരുമാനവും മൂലം നിരവധി സ്ഥാപനങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്നാണ് റിപ്പോർട്ട്. 2 പതിറ്റാണ്ടിലേറെയായി സംയുക്ത പദ്ധതികൾ സഹകരിച്ചു വരുന്ന ഗ്രീൻവിച്ചും കെന്റും ഈ പുതിയ മാതൃകയിലൂടെ സാമ്പത്തിക സ്ഥിരതയും വിദ്യാഭ്യാസ രംഗത്തെ മത്സരശേഷിയും വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഭാവി ലയനങ്ങൾക്ക് ഈ സൂപ്പർ യൂണിവേഴ്സിറ്റി മാതൃക വഴികാട്ടിയാകുമെന്നാണ് വിലയിരുത്തൽ. ബ്രിട്ടീഷ് ഉപയോക്താക്കളുടെ എൻക്രിപ്റ്റ് ചെയ്ത ഐക്ലൗഡ് ഡേറ്റയിലേക്കുള്ള പ്രത്യേക പ്രവേശനം അനുവദിക്കണമെന്ന സർക്കാർ ആവശ്യത്തിനെതിരെ ടെക് ഭീമനായ ആപ്പിൾ വീണ്ടും നിയമ പോരാട്ടം ആരംഭിച്ചു. ബ്രിട്ടന്റെ അന്വേഷണ അധികാര ട്രൈബ്യൂണൽ നൽകിയ ഹർജിയിലൂടെ സർക്കാർ പുറപ്പെടുവിച്ച നോട്ടീസിനെ ചോദ്യം ചെയ്തിരിക്കുകയാണ് കമ്പനി. തീവ്രവാദം, ശിശുപീഡനം തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിനായി ആവശ്യമായ വിവരങ്ങൾ ലഭ്യമാക്കാൻ കമ്പനികളെ നിർബന്ധിതരാക്കുന്നതാണ് ബ്രിട്ടന്റെ അന്വേഷണ അധികാര നിയമം. ഇതിന്റെ അടിസ്ഥാനത്തിൽ എൻക്രിപ്റ്റ് ചെയ്ത
ഐക്ലൗഡ് ഡേറ്റയിലേക്ക് പ്രവേശനം നൽകണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരം സംവിധാനം ഉപയോക്താക്കളുടെ സ്വകാര്യതയും ഡേറ്റ സുരക്ഷയും അപകടത്തിലാക്കുമെന്ന് ആപ്പിൾ വാദിക്കുന്നു. നേരത്തെ സമാനമായ ആവശ്യം ഉയർന്നതിനെ തുടർന്ന് 2025 ബ്രിട്ടനിലെ ഉപയോക്താക്കൾക്കായി ആപ്പിൾസ് അഡ്വാൻസ്ഡ് ഡേറ്റ പ്രൊട്ടക്ഷൻ സേവനം പിൻവലിച്ചിരുന്നു. പുതിയ നിയമ നടപടികൾ സ്വകാര്യത അവകാശ സംഘടനകൾക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതേസമയം ദേശീയ സുരക്ഷയ്ക്കും നിയമാന്വേഷണങ്ങൾക്കും ആവശ്യമായ സാഹചര്യങ്ങൾ മാത്രമാണ് ഇത്തരം അധികാരങ്ങൾ ഉപയോഗിക്കുന്നതെന്നാണ് ബ്രിട്ടീഷ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട്. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജയിലുകളിൽ അതിരൂക്ഷമായ തിരക്ക് കുറയ്ക്കുന്നതിനായി നടപ്പാക്കാനിരുന്ന നേരത്തെയുള്ള മോചന പദ്ധതിയിൽ നിന്നും ബലാത്സംഗം, ഗുരുതര ശിശു ലൈംഗിക പീഡനം, ഗ്രൂമിംഗ് കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ ശിക്ഷിക്കപ്പെട്ടവരെ ഒഴിവാക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആന്റി ബേണം സെപ്റ്റംബറിൽ ആരംഭിക്കാനിരുന്ന പദ്ധതി ഒരു മാസം മാറ്റി ഒക്ടോബറിലേക്കാണ് നീട്ടിയത്. ജയിലുകളിലെ സ്ഥലക്ഷാമം പരിഹരിക്കാൻ ആയിരക്കണക്കിന് തടവുകാരെ ശിക്ഷാ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് മോചിപ്പിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ ഇരകളുടെ കുടുംബങ്ങൾ, എംപിമാർ, ജയിൽ ഉദ്യോഗസ്ഥർ എന്നിവരുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് സർക്കാർ നിലപാട് പുനഃപരിശോധിക്കുകയാണ്. അതേസമയം ചില കൊലപാതക കേസുകളിലും ഗാർഹിക പീഡന കേസുകളിലും ശിക്ഷ അനുഭവിക്കുന്നവർക്ക് ഇളവ് ലഭിക്കുമെന്നത് വിവാദമായി തുടരുന്നു. ഗാർഹിക പീഡന കേസുകളിലെ പ്രതികളെ ഒഴിവാക്കാത്തത് ഇരകളുടെ സുരക്ഷയെ അപകടത്തിലാക്കുമെന്നും ഇരകളുടെ അവകാശ പ്രവർത്തകരും പോലീസ് സംഘടനകളും മുന്നറിയിപ്പ് നൽകി. ജയിലുകളുടെ ശേഷി തീരുന്ന സാഹചര്യത്തിൽ പൊതുസുരക്ഷയും ക്രിമിനൽ നീതിന്യായ സംവിധാനവും സംരക്ഷിക്കാൻ പ്രയാസകരമായ തീരുമാനങ്ങളാണ് സർക്കാർ എടുക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ബ്രിട്ടനിലെ ദേശീയ ആരോഗ്യ സേവനമായ NHSൽ ജോലി ചെയ്യുന്ന റേഡിയോഗ്രാഫർമാർക്കെതിരെ രോഗികളിൽ നിന്നുമുള്ള വംശീയ അധിക്ഷേപങ്ങൾ കഴിഞ്ഞ 18 മാസത്തിനിടെ ഗണ്യമായി വർദ്ധിച്ചതായി റിപ്പോർട്ട്. സൊസൈറ്റി ഓഫ് റേഡിയോഗ്രാഫേഴ്സ് നടത്തിയ സർവേയിൽ പങ്കെടുത്ത ജീവനക്കാർ വംശീയ അധിക്ഷേപങ്ങൾ, വിദേശവിരുദ്ധ പരാമർശങ്ങൾ, ചികിത്സ നൽകുന്നതിൽ നിന്നുള്ള വിവേചനം എന്നിവ നേരിടുന്നതായി വ്യക്തമാക്കി. കറുത്ത വർഗ്ഗക്കാരായോ ഏഷ്യൻ വംശജരായോ ഉള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും ചികിത്സ സ്വീകരിക്കാൻ ചില രോഗികൾ വിസമ്മതിച്ചതായും തല മൂടി ധരിക്കുന്നവരെയും വിദേശ ഉച്ചാരണമുള്ളവരെയും പരിഹസിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ചില ജീവനക്കാരെ വിദേശികൾ എന്ന് അധിക്ഷേപിക്കുകയും അവരുടെ യോഗ്യത ചോദ്യം ചെയ്യുകയും ചെയ്ത സംഭവങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയ NHS അധികൃതർ വർണ്ണവെറിയോട് ഒരു ഒത്തുതീർപ്പുമില്ലാത്ത നയമാണ് സ്വീകരിക്കുന്നതെന്നും വ്യക്തമാക്കി. ആരോഗ്യരംഗം വൈവിധ്യമാർന്ന ജീവനക്കാരുടെ സേവനത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും ജീവനക്കാർക്കെതിരായ വംശീയ അതിക്രമങ്ങൾ തടയാൻ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഈ മാസം അവസാനം റെയിൽ കാർഡ് നിയമങ്ങൾ മാറ്റുമ്പോൾ UK-യിൽ 18 വയസ്സ് തികഞ്ഞവർക്ക് മിക്ക സേവനങ്ങൾക്കും പകുതി വിലയിലുള്ള ട്രെയിൻ ടിക്കറ്റുകൾ വാങ്ങാൻ കഴിയുമെന്ന് ഗതാഗത വകുപ്പിന്റെ പ്രഖ്യാപനം. 16 മുതൽ 17 സേവന റെയിൽ കാർഡിന്റെ വിപുലീകരണം കൂടിയാണിത്. നിലവിൽ ഉടമയ്ക്ക് 18 വയസ്സ് തികയുമ്പോൾ ഇത് കാലഹരണപ്പെടും. ഓഗസ്റ്റ് 17 മുതൽ അവ വാങ്ങിയ തീയതി മുതലും ഒരു വർഷം മുഴുവനും ഇത് സാധുത ഉണ്ടായിരിക്കും. നിലവിലുള്ള നിയമം അർത്ഥമാക്കുന്നത് ഇക്കാര്യമാണ്. ഓരോ വർഷവും 70,000-ത്തിലധികം വിദ്യാർത്ഥികൾക്ക് 18ാം ജന്മദിനം ആഘോഷിക്കാത്ത അതേ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികളെക്കാൾ ശരാശരി 175 പൗണ്ട് മോശം അവസ്ഥയിലായിരുന്നു. 16 മുതൽ 17 വരെ സേബർ റെഡ് കാർഡിന് പ്രതിവർഷം 35 പൗണ്ട് ചിലവാകും. കൂടാതെ മിക്ക ട്രെയിൻ നിരക്കുകളിലും ഉടമയ്ക്ക് 50% കിഴിവ് ലഭിക്കുകയും ചെയ്യും. നാഷണൽ യൂണിയൻ ഓഫ് സ്റ്റുഡൻസിലെ തുടർ വിദ്യാഭ്യാസ വൈസ് പ്രസിഡന്റ് കെനിയത്ത് അഹമ്മദ് കോളേജിലേക്കോ ജോലിക്കോ പരിശീലനത്തിലോ പോകാൻ ട്രെയിനുകളെ ആശ്രയിക്കുന്ന യുവാക്കൾക്ക് ഇത് അത്യന്താപേക്ഷിതമാണ് എന്ന് റെയിൽ കാർഡിനെ വിശേഷിപ്പിച്ചു. 18 വയസ്സുള്ളവർക്ക് ഇതിനകം തന്നെ 16 മുതൽ 25 റെയിൽ കാർഡിന് അർഹതയുണ്ടായിരുന്നു. എന്നാൽ അത് അവർക്ക് യാത്രാ ചെലവിന്റെ 1/3 മാത്രമേ ലഭിക്കൂ. ഇംഗ്ലണ്ടിലെ മിക്ക സിംഗിൾ ബസ് നിരക്കുകളുടെയും പരിധി അടുത്ത വർഷം 3 പൗണ്ടിൽ നിന്നും 2 പൗണ്ടായി കുറയ്ക്കുമെന്നും സർക്കാർ പറഞ്ഞതിനു ശേഷമാണ് ഈ പ്രഖ്യാപനം. ഇറാനുമായുള്ള ചർച്ചകൾ നിലവിൽ നടക്കുന്നുണ്ട് എന്നും ഇത് കരാറിൽ ഒപ്പിടാനുള്ള അവരുടെ അവസാനത്തെ അവസരമാണ് എന്ന മുന്നറിയിപ്പ് നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ തന്നെ അഭ്യർത്ഥന പ്രകാരമാണ് ചർച്ചകൾ നടക്കുന്നതെന്നും സൗദി അറേബ്യ, UAE, ഖത്തർ എന്നീ രാജ്യങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. സൈനിക നടപടികൾക്കുള്ള പദ്ധതികൾ നിലവിലുണ്ടെന്നും ചർച്ചകളിലൂടെ ഒരു പരിഹാരമുണ്ടാക്കാൻ അവർക്ക് അവസാനമായി ഒരു അവസരം കൂടി നൽകുകയാണെന്നും ട്രംപ് പറഞ്ഞു. അവർക്ക് തിരിച്ചറിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൈനിക നടപടി ഒഴിവാക്കാൻ ഇറാൻ തന്നെ അമേരിക്കയെ സമീപിച്ചതായും ഈ ചർച്ചകൾ വളരെ വേഗത്തിൽ നീങ്ങുമെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഹോർമോസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുന്നതിനാണ് ചർച്ചകൾ മുൻഗണന നൽകുന്നത്. അതിനുശേഷം ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് കടക്കുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. അതേസമയം അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകളും നടക്കുന്നില്ല എന്നും വരും ദിവസങ്ങളിൽ അത്തരം കൂടിക്കാഴ്ചകൾ ആസൂത്രണം ചെയ്തിട്ടില്ല എന്നും ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചു. ഹോർമോസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒമാന്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് ഇറാന്റെ പക്ഷം.
ഇറാനുമായുള്ള യുദ്ധത്തെ തുടർന്നുണ്ടായ എണ്ണവില വർധനവിൽ നിന്നും അമേരിക്കയിലെ പ്രമുഖ എണ്ണ കമ്പനികളായ എക്സോമൊബിൻ, ഷെവ്രോൺ എന്നിവ അമിത ലാഭം നേടുന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണം. ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകാൻ ഇന്ധനവില കുറയ്ക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇറാൻ യുദ്ധത്തെ തുടർന്ന് ആഗോള എണ്ണവില കുതിച്ചുയർന്നതോടെ ഇരു കമ്പനികളുടെയും രണ്ടാം പാദ ലാഭം വൻതോതിൽ ഉയർന്നു. ഷെവ്രോണിന്റെ രണ്ടാം പാദം ലാഭം കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ $2.5 ബില്യൺ നിന്നും $12 ബില്യൺ ഏകദേശം 400% വർദ്ധിച്ചു. അതേസമയം എക്സോൺ മൊബൈലിന്റെ ലാഭം $7.1 ബില്യൺ നിന്നും $14.5 ബില്യൺ ഇരട്ടിയിലധികമായി ഉയർന്നു. ഈ സാഹചര്യത്തിൽ എണ്ണ കമ്പനികൾ അമിത ലാഭത്തിന്റെ ഒരു ഭാഗമെങ്കിലും പൊതുജനങ്ങൾക്ക് തിരികെ നൽകുമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെ അമേരിക്കയിലെ അസംസ്കൃത എണ്ണവില ഏകദേശം 20% ഉയർന്നു. സൈനിക തിരിച്ചടിക്കൊപ്പം ഹോർമൂസ് കടലിടുക്കിലൂടെ എണ്ണ കയറ്റുമതി ഇറാൻ തടസ്സപ്പെടുത്തിയതോടെ ആഗോള എണ്ണ വിതരണത്തിന് വലിയ ആഘാതമുണ്ടായി. ഇതാണ് എണ്ണവില കുത്തനെ ഉയരാൻ പ്രധാന കാരണം. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ അമേരിക്കൻ അസംസ്കൃത എണ്ണയുടെ ശരാശരി വില ബാരലിന് $92 ഇത് ആദ്യപാദത്തെ അപേക്ഷിച്ച് ഏകദേശം 27% കൂടുതലായിരുന്നു. അമേരിക്കയിൽ തിങ്കളാഴ്ച 1 ഗാലൻ പെട്രോളിന്റെ ശരാശരി വില $4.10 യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഫെബ്രുവരി 27-ന് ഇത് $2.98 ഇതോടെ പെട്രോൾ വിലയിൽ ഏകദേശം 40% വർധനവുണ്ടായി. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഷെവ്രോണിന്റെ ഓഹരി വില 2% ഇടിഞ്ഞു. എക്സോൺ മൊബൈലിന്റെ ഓഹരി വിലയും 1% താഴ്ന്നു. ഖത്തർ ഇപ്പോൾ ഇറാനേക്കാൾ ഇസ്രയേലിന് കൂടുതൽ അപകടകാരിയായ ശത്രുവാണെന്ന് മുൻ ഇസ്രയേൽ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ്. ഈ വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ഖത്തറിനെ ഔദ്യോഗികമായി ശത്രു രാജ്യമായി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡുമായി ചേർന്ന് രൂപീകരിച്ച ടുഗദർ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ വിശാലമായ സഖ്യ സർക്കാർ രൂപീകരിക്കാനാണ് താൻ ലക്ഷ്യമിടുന്നതെന്നും ബെനറ്റ് പറഞ്ഞു. എങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും സർവേ ഫലങ്ങളും ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാൻ ഇസ്രയേലിനെ നശിപ്പിക്കുമെന്ന് പരസ്യമായി പറയുന്ന രാജ്യമാണെങ്കിലും ഖത്തറാണ് യഥാർത്ഥത്തിൽ കൂടുതൽ അപകടകാരിയാണെന്നും ബെനറ്റ് ചൂണ്ടിക്കാട്ടുന്നു. 2023 ഒക്ടോബർ 7-ലെ ആക്രമണത്തിൽ പങ്കെടുത്ത ഹമാസിന്റെ സേനയ്ക്ക് ഖത്തർ ധനസഹായം നൽകിയിട്ടുണ്ട് എന്നും അൽ ജസീറ ചാനലിലൂടെ ഇസ്രയേലിനെതിരെ നിരന്തരം പ്രചരണം നടത്തുന്നുണ്ട് എന്നും അദ്ദേഹം ആരോപിച്ചു. അമേരിക്കൻ സർവകലാശാലകളിലടക്കം സ്വാധീനം ചെലുത്താൻ ഖത്തർ ശ്രമിക്കുന്നുണ്ട് എന്നും പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ സഹായികൾ ഖത്തറിന് അനുകൂലമായി പ്രവർത്തിച്ചെന്ന ഖത്തർ ഗേറ്റ് വിവാദത്തിലും സമഗ്രമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ബെനറ്റിന്റെ ഈ ആരോപണങ്ങളെല്ലാം ഖത്തർ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഗസയിൽ ഹമാസ് പൂർണ്ണമായും ആയുധം ഉപേക്ഷിക്കുന്നതുവരെ യാതൊരു ഇളവും അനുവദിക്കരുതെന്നും ഹമാസ് ഈജിപ്റ്റ് വഴി ഡ്രോണുകളും ആയുധങ്ങളും കടത്തി വീണ്ടും ശക്തി പ്രാപിക്കുകയാണെന്നും ബെനറ്റ് അഭിമുഖത്തിൽ മുന്നറിയിപ്പ് നൽകി. നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് നെതന്യാഹു സർക്കാരിന്റെ അധികാരത്തിൽ നിന്നും പുറത്താക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓഗസ്റ്റ് 11 ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിച്ച റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ആഴ്ചകൾക്ക് ശേഷമാണ് തിങ്കളാഴ്ചയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ പ്രഖ്യാപനം ഉണ്ടായത്. ലോകമെമ്പാടും ആഘോഷങ്ങൾ നടത്താൻ പ്രസ്താവനയിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ബലൂച്ച് ജനതയോട് ദേശീയ ഐക്യത്തോടെ ഈ ദിനം ആചരിക്കാൻ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എക്സിലൂടെ പങ്കുവച്ച പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യവും പരമാധികാരവുമുള്ള ബലൂചിസ്ഥാനെ അംഗീകരിക്കണമെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. 1947-ൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടിയ ചരിത്രപരമായ ദിനത്തിന്റെ ഓർമ്മ പുതുക്കാനാണ് ഈ തീയതി തിരഞ്ഞെടുത്തതെന്ന് ബലൂച്ച് നേതാക്കൾ വ്യക്തമാക്കുന്നു. ബലൂച്ച് ജനത സ്വതന്ത്ര ബലൂചിസ്ഥാന്റെ ദേശീയ പതാക തങ്ങളുടെ വീടുകൾ, അയൽപ്പക്കങ്ങൾ, കമ്പോളങ്ങൾ, കടകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റു പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങൾ ഉയർത്തണം. ലോകമെമ്പാടുമുള്ള ആഘോഷങ്ങൾക്കുള്ള ആഹ്വാനം ചെയ്തുകൊണ്ട് ബലൂച്ച് വിമോചന നേതാവ് മിർ യാർ ബലൂച്ച് പറഞ്ഞു. ഈ ചരിത്ര ദിനത്തിന്റെ പ്രാധാന്യം വരും തലമുറകൾക്ക് കൈമാറാനാണ് ഈ ആചരണം ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസ്താവന അനുസരിച്ച് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ ആഗസ്റ്റ് 11 തങ്ങളുടെ സ്വാതന്ത്ര്യ ദിനമായി കണക്കാക്കുന്നുവെന്നും എല്ലാ വർഷവും ഈ അവസരം ആഘോഷിക്കുന്നത് തുടരുമെന്നും അറിയിച്ചു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 127.92 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.17 യൂറോ, ഒരു US ഡോളർ 95.33 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 109.70 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 67.86 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്.
നടി തൃഷയ്ക്കെതിരായ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ തമിഴ്നാട്ടിൽ നാടകീയമായ രംഗങ്ങൾ. അധിക്ഷേപ പരാമർശം നടത്തിയ ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്ത് തഞ്ചാവൂർ പോലീസ്. ഉദയനിധിയെ ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. കനത്ത പോലീസ് വിന്യാസമാണ് ഉദയനിധിയുടെ വീടിന് മുന്നിൽ ഏർപ്പെടുത്തിയിരുന്നത്. അതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഉദയനിധി മദ്രാസ് ഹൈക്കോടതിയിലെത്തിയിരുന്നു. ഉദയനിധിയുടെ അറസ്റ്റ് തടയണമെന്ന് അഭിഭാഷകർ കോടതിക്ക് മുന്നിൽ പരാമർശിച്ചു. ഉദയനിധി നിയമസഭയിൽ എത്താതിരിക്കാനുള്ള നീക്കമാണ് അറസ്റ്റിന് പിന്നിലെന്നും DMK വാദിച്ചു. ഹർജിക്ക് ഉച്ചയ്ക്ക് ശേഷം കേൾക്കാമെന്ന് ഹൈക്കോടതി അറിയിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 12 മണിവരെ അറസ്റ്റ് പാടില്ല എന്നായിരുന്നു കോടതിയുടെ ഉത്തരവ്. അതേസമയം ഉദയനിധിക്കെതിരെ സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകൾ TVക്ക് പരാതി നൽകി. പരാമർശത്തിൽ തഞ്ചാവൂർ പോലീസ് കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഉദയനിധിക്കെതിരെ CPM രംഗത്തെത്തി. സ്ത്രീകൾക്കെതിരായ പരാമർശങ്ങൾ അനുവദിക്കാനാകില്ല എന്ന് പി ഷൺമുഖം പ്രതികരിച്ചു. കർണാടകയിൽ സിവിൽ പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ പ്രതിഷേധിക്കുന്ന ഉദ്യോഗാർത്ഥികളെ പരിഹസിച്ച് ആഭ്യന്തരമന്ത്രി പ്രിയങ്ക് ഖാർഗെ. ലാത്തിചാർജ് ഉണ്ടാകുന്നതുവരെ അവർ പ്രതിഷേധിക്കട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ പരിഹാസം. ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്ന പ്രതിഷേധക്കാരുടെ ആവശ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു ഖാർഗെന്റെ പരിഹാസം എത്തിയത്. അവർ പ്രതിഷേധിക്കട്ടെ, 25 ദിവസം നിരാഹാരം ഇരിക്കട്ടെ, എന്നിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഞങ്ങൾ ലാത്തിചാർജ് നടത്തും, എന്നിട്ട് ഞാനങ്ങ് രാജിവെക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അധിക്ഷേപം. കർണാടകയിലെ വിജയ്പൂരിൽ നടന്ന സിവിൽ പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് പരീക്ഷയിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നതായാണ് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നത്. പരീക്ഷാ കേന്ദ്രത്തിൽ ചോദ്യപേപ്പർ വിതരണം ചെയ്യാൻ അരമണിക്കൂറോളം വൈകിയതും വിതരണത്തിലെ അപാകതകളും പരീക്ഷാർത്ഥികളുടെ പ്രതിഷേധത്തിന് കാരണമായി. പരീക്ഷാ നടപടികൾ സുതാര്യമല്ല എന്ന് ചൂണ്ടിക്കാട്ടി നൂറുകണക്കിന് ആളുകൾ പരീക്ഷ ബഹിഷ്കരിക്കുകയും ഹാളിന് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്തു. വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും നിലവിലെ പരീക്ഷ റദ്ദാക്കി പുതിയ പരീക്ഷ നടത്തണമെന്നുമാണ് ഇവരുടെ ആവശ്യം. എന്നാൽ പരീക്ഷ നടത്തിപ്പിൽ ക്രമക്കേടുകൾ നടന്നുവെന്ന ആരോപണങ്ങൾ അധികൃതർ പാടെ നിഷേധിക്കുകയാണ്. കർണാടക പരീക്ഷാ അതോറിറ്റിയുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ കർശനമായി പാലിച്ചാണ് പരീക്ഷ നടത്തിയത്. ചോദ്യപേപ്പറുകളും OMR ഷീറ്റുകളുമായി പരീക്ഷ ഹാളിന് പുറത്തുപോയ വിദ്യാർത്ഥികളെ തിരികെ പ്രവേശിപ്പിക്കാതിരിക്കുന്നത് നിയമങ്ങളുടെ ലംഘനമായതിനാലെന്നും അധികൃതർ വിശദീകരിച്ചു. അതേസമയം പ്രിയങ്ക് ഖാർഗെന്റെ പരാമർശത്തിനെതിരെ BJP രംഗത്തെത്തി. കോൺഗ്രസ് സർക്കാരിന്റേത് വിദ്യാർത്ഥി വിരുദ്ധ നിലപാടാണ്. ദേശീയ തലത്തിൽ വിദ്യാർത്ഥിനികൾക്കൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് ഇപ്പോൾ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നതെന്നും BJP MP സുധാൻഷു ത്രിവേദി പരാമർശിച്ചു. കാൻവർ യാത്രയുടെ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾക്കും ആഗസ്റ്റ് 4 മുതൽ ആഗസ്റ്റ് 12 വരെ ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചു. UP ബോർഡ്, CBSE, ICSE, മദ്രസകൾ തുടങ്ങിയ എല്ലാ ബോർഡുകൾക്കും കീഴിലുള്ള നഴ്സറി മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂളുകൾക്കും ഡിഗ്രി, എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഉത്തരവ് ബാധകം. കാൻവർ യാത്ര നടക്കുന്നതിനാൽ ജില്ലയിലെ പ്രമുഖ റോഡുകൾ തീർത്ഥാടകരുടെ വൻ തിരക്കുണ്ടാകും. ഇതോടൊപ്പം ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ സുരക്ഷയും സുഗമമായ ഗതാഗത നിയന്ത്രണങ്ങളും മുൻനിർത്തിയാണ് ജില്ലാ മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരം ഉത്തരവിറക്കിയത്. ഈ കാലയളവിൽ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കില്ല. മുൻകൂട്ടി അറിയിച്ച സമയക്രമം അനുസരിച്ച് പരീക്ഷകൾ നടത്തുന്നതായിരിക്കും. വിദ്യാർത്ഥികളുടെ പഠനം തടസ്സപ്പെടാതിരിക്കാൻ ആവശ്യമെങ്കിൽ സ്കൂളുകൾ ഓൺലൈനായി ക്ലാസുകൾ നടത്താവുന്നതാണ്. സർക്കാർ സ്ത്രീകൾക്ക് അനുവദിച്ച പ്രിയദർശിനി സൗജന്യ യാത്രയെ സ്ത്രീകൾ തള്ളിക്കയറുന്നു എന്ന വിവാദ പരാമർശവുമായി ഗതാഗത മന്ത്രി CP ജോൺ. പൈസയില്ലാത്ത KSRTC ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുകയാണ് എന്നും എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളിൽ ചേർക്കുന്നുവെന്നും മന്ത്രിയുടെ ആക്ഷേപം. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു മന്ത്രിയുടെ വിവാദ പരാമർശമെത്തിയത്. ഫീസില്ലാത്ത സ്വകാര്യ സ്കൂളുകൾ പോലും മക്കളെ വിടില്ല. ബസ് വന്നാൽ പൈസ കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല. പകരം സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുമെന്നും കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നു എന്നും മന്ത്രി പറഞ്ഞു. പരാമർശത്തിനെതിരെ CPM നേതാവ് PK ശ്രീമതി രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം പ്രിയദർശിനിയിലെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് എന്ന് മന്ത്രി CP ജോൺ വ്യക്തമാക്കി. സ്ത്രീകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് താൻ സംസാരിച്ചതെന്നും തന്റെ വാക്കുകൾ വിവാദമുണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നും CP ജോൺ പറഞ്ഞു. താൻ എന്താണ് പറഞ്ഞതെന്ന് ഒരു വിശദീകരണം തന്നോട് ചോദിക്കാമായിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. പരാമർശങ്ങൾ വിവാദമായതോടെയാണ് പ്രതികരണവുമായി മന്ത്രി രംഗത്തെത്തിയത്. BJP കൗൺസിലർ R സുഗതന് അനുകൂലമായി കത്ത് നൽകിയ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറിക്ക് സസ്പെൻഷൻ. തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ചിത്ര P അരുണിമയെയാണ് സസ്പെൻഡ് ചെയ്തത്. വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം മറികടന്നാണ് ചിത്ര സുഗതന് അനുകൂലമായി റിപ്പോർട്ട് നൽകിയത്. കാപ്പ പ്രകാരം തടങ്കലിൽ കഴിയുന്ന പ്രതിക്ക് നിയമപരമായി അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ തക്കവണ്ണം ബന്ധപ്പെട്ട ഫയലിൽ ദുരുദ്ദേശത്തോടെ മാറ്റങ്ങൾ, കൂട്ടിച്ചേർക്കലുകളും വരുത്തുകയും അധികാര ദുർവിനിയോഗം നടത്തുകയും ചെയ്തതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് സസ്പെൻഷൻ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. എസ്കോർട്ട് പരോൾ അനുവദിച്ചു
അനുവദിക്കാൻ നിയമപരമായി വ്യവസ്ഥയില്ല എന്നിരിക്കെയാണ് മന്ത്രിയുടെയും സെക്രട്ടറി തല ഉത്തരവും മറികടന്ന് കാപ്പ പ്രകാരം കരുതൽ തടങ്കൽ കഴിയുന്ന വ്യക്തിക്ക് ആനുകൂല്യം ലഭ്യമാക്കുന്ന രീതിയിൽ ഫയലുകൾ തിരുത്തലുകൾ വരുത്തിയതെന്നും ഈ തിരുത്തലുകൾ വരുത്തിയത് ഗുരുതരമായ ചട്ടലംഘനവും അധികാര ദുർവിനിയോഗവും സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കടുത്ത മങ്ങലേൽപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെയാണ് KAS ഉദ്യോഗസ്ഥയും തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറിയുമായ ഡോക്ടർ ചിത്ര P. അരുണിമയും അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കി. തന്റെ നിർദ്ദേശം മറികടന്ന് അനുകൂല റിപ്പോർട്ട് നൽകിയ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറിക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി KM ഷാജി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അണ്ടർ സെക്രട്ടറി ചെയ്തത് ഗുരുതരമായ തെറ്റാണ്. വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് ലജ്ജ ഉളവാക്കിയ സംഭവമാണ് നടന്നതെന്നും റിപ്പോർട്ട് ആദ്യം സെക്രട്ടറിയുടെ പരിഗണനയിൽ വന്നപ്പോൾ അവധി നൽകാൻ സാധിക്കില്ല എന്ന് കാണിച്ച് തിരിച്ചയച്ചതാണെന്നും KM ഷാജി പറഞ്ഞിരുന്നു. ഗുരുവായൂർ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം ആരംഭിച്ചു. ഭക്തർക്ക് കൂടുതൽ സുഗമമായി ദർശനം സാധ്യമാകുന്നതിനാണ് പരീക്ഷണ അടിസ്ഥാനത്തിൽ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥിന്റെ നേതൃത്വത്തിലാണ് വെർച്വൽ ക്യൂ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. ആദ്യഘട്ടം മണിക്കൂറിൽ 300 ഭക്തർക്കാണ് ഓൺലൈൻ വഴി ദർശനം ഒരുക്കുന്നത്. ചൊവ്വ വ്യാഴം ദിവസങ്ങളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിലുള്ള വെർച്വൽ ക്യൂ ദർശനം. ദിവസവും 8 മണിക്കൂറാണ് ദർശനമുണ്ടാവുക. അത്തരത്തിൽ പ്രതിദിനം 2400 എന്ന നിലയിലാണ് വെർച്വൽ ക്യൂ പ്രവേശനം. പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ ദർശനത്തിന് ഭക്തർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. ക്ഷേത്രത്തിൽ മണിക്കൂറുകളോളം ഭക്തർക്ക് ദർശനത്തിനായി ക്യൂ നിൽക്കേണ്ടി വരുന്ന പ്രതിസന്ധി ഇതിലൂടെ ഒഴിവാക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്താൽ ദർശനത്തിന് അനുവദിച്ചിരിക്കുന്ന സമയം ക്ഷേത്രത്തിൽ എത്തിയാൽ മതിയാകും എന്നതാണ് ഈ സംവിധാനത്തിന്റെ ഗുണം. പദ്ധതി വിജയം കാണുന്ന മുറയ്ക്ക് എല്ലാ ദിവസവും വെർച്വൽ ക്യൂ ദർശനം സാധ്യമാക്കാനാണ് ഗുരുവായൂർ ദേവസ്വം ലക്ഷ്യമിടുന്നത്. ഓണമടക്കം വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഭക്തർക്ക് വലിയ നിലയിൽ പദ്ധതി ഉപകാരപ്രദമാകും എന്നാണ് കരുതുന്നതെന്നും ദേവസ്വം ബോർഡ് അധികൃതർ കൂട്ടിച്ചേർത്തു. ഇനി സ്പോർട്സ്. ഫുട്ബോൾ ലോകകപ്പ് ഫൈനൽ വിവാദപരമായ പെരുമാറ്റത്തിന് പിന്നാലെ അർജന്റീന മധ്യനിര താരം ലിയാൻഡ്രോ പെരഡൈസ് വീണ്ടും വിവാദത്തിൽ. അർജന്റീൻ ലീഗിൽ ബോക്ക ജൂനിയേഴ്സും ന്യൂവെൽസ് ഓൾഡ് ബോയ്സും തമ്മിൽ നടന്ന മത്സരത്തിനിടെ എതിർ ടീം താരത്തിന് നേരെ മനഃപൂർവ്വം പന്തടിച്ചതിനാണ് 32-കാരനായ പെരഡൈസിനെ മഞ്ഞ കാർഡ് ലഭിച്ചത്. ലോകകപ്പ് ഇടവേളയ്ക്കു ശേഷം ബോക്ക ജൂനിയേഴ്സ് തിരിച്ചെത്തിയ പെരഡൈസ് മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ഫൗൾ വീണതിന് തൊട്ടു പിന്നാലെയാണ് എതിർ താരത്തിന് നേരെ പന്തടിച്ചത്. ഈ ഗ്രൗണ്ടിൽ ഇരു ടീമിലെയും കളിക്കാർ തമ്മിൽ കടുത്ത തർക്കത്തിന് വഴിവെച്ചു. കായിക മര്യാദകൾക്ക് നിരക്കാത്ത പെരുമാറ്റത്തിനാണ് റഫറി പാരഡൈസിന് മഞ്ഞ കാർഡ് നൽകിയത്. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ താരത്തിന്റെ അച്ചടക്കമില്ലാത്ത പെരുമാറ്റത്തിനെതിരെ വിമർശനം ശക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ഫുട്ബോൾ ലോകകപ്പ് ഫൈനൽ മത്സരത്തിൽ സ്പെയിൻ താരങ്ങളുമായി ഏറ്റുമുട്ടിയതിനെ തുടർന്ന് പാരഡൈസിന് നേരിട്ട് ചുവപ്പ് കാർഡ് ലഭിച്ചിരുന്നു. ഈ സംഭവത്തിൽ ഫിഫയുടെ അന്വേഷണം നിലവിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ബോക്ക ജൂനിയേഴ്സിനെ കളിക്കാനിറങ്ങുമ്പോൾ താരം വീണ്ടും സമാനമായ വിവാദത്തിൽ അകപ്പെട്ടിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK ഗ്രീൻവിച്ച് കെന്റ് സർവകലാശാലകൾ കൈകോർത്ത് ആദ്യ സൂപ്പർ യൂണിവേഴ്സിറ്റി സെപ്റ്റംബറിൽ വരുന്നു. രൂപം കൊള്ളുന്നത് ലണ്ടൻ, മെഡ്വേ, കെന്റ് എന്നിവിടങ്ങളിലായി വ്യാപിച്ച 4 ക്യാമ്പസുകളിലുമായി 50,000-ലധികം വിദ്യാർത്ഥികളുമായി രാജ്യത്തെ 3ാമത്തെ വലിയ ഉന്നത വിദ്യാഭ്യാസ കൂട്ടായ്മ. ചരിത്രപരമായ ലയനം നടക്കുന്നത് UK സർവകലാശാലകൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ. ബ്രിട്ടീഷ് ഉപയോക്താക്കൾക്ക് എൻക്രിപ്റ്റ് ചെയ്ത iCloud ഡേറ്റയിലേക്കുള്ള പ്രത്യേക പ്രവേശനം അനുവദിക്കണമെന്ന സർക്കാർ ആവശ്യത്തിനെതിരെ ടെക് ഭീമനായ ആപ്പിൾ വീണ്ടും നിയമ പോരാട്ടത്തിൽ. ബ്രിട്ടന്റെ അന്വേഷണ അധികാരം ട്രൈബ്യൂണൽ നൽകിയ ഹർജിയിലൂടെ കമ്പനി സർക്കാർ പുറപ്പെടുവിച്ച നോട്ടീസിനെ ചോദ്യം ചെയ്യുന്നു. iCloud ഡേറ്റയിലുള്ള പ്രത്യേക പ്രവേശനം അനുവദിച്ചാൽ അത് ഉപയോക്താക്കളുടെ സ്വകാര്യതയും ഡേറ്റ സുരക്ഷയും അപകടത്തിലാക്കുമെന്ന് ആപ്പിൾ. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജയിലുകൾ അതിരൂക്ഷമായ തിരക്ക് കുറയ്ക്കുന്നതിനായി നടപ്പാക്കാനിരുന്ന മോചന പദ്ധതിയിൽ നിന്നും ബലാത്സംഗ ശിശുപീഡന കേസുകളിലെ പ്രതികളെ ഒഴിവാക്കി. ഇത്തരം കേസുകളിലെ പ്രതികൾ ഉടൻ മോചനമില്ല എന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആന്റി ബെനം വ്യക്തമാക്കി. സെപ്റ്റംബറിൽ ആരംഭിക്കാനിരിക്കുന്ന പദ്ധതി ഒക്ടോബറിൽ മാറ്റിവെച്ചു. കൊലപാതക കേസുകളിലും ഗാർഹിക പീഡന കേസുകളിലും ശിക്ഷ അനുഭവിക്കുന്നവർക്ക് ഇളവ് ലഭിക്കുന്ന തീരുമാനം വിവാദത്തിൽ. ഇറാനുമായുള്ള ചർച്ചകൾ നിലവിൽ നടക്കുന്നുണ്ട് എന്നും ഇത് കരാറിൽ ഒപ്പിടാനുള്ള അവരുടെ അവസാന അവസരമാണ് എന്ന മുന്നറിയിപ്പ് നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ തന്നെ അഭ്യർത്ഥന പ്രകാരമാണ് ചർച്ചകൾ നടക്കുന്നതെന്നും സൗദി അറേബ്യ, UAE, ഖത്തർ എന്നീ രാജ്യങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നും ട്രംപ്. ഇറാനുമായുള്ള യുദ്ധത്തെ തുടർന്നുണ്ടായ എണ്ണവില വർധനവിൽ നിന്നും അമേരിക്കയിലെ പ്രമുഖ എണ്ണ കമ്പനികളായ എക്സോൺ മൊബിൽ, ഷെവ്രോൺ എന്നിവ അമിത ലാഭം നേടിയെന്ന് ട്രംപിന്റെ ആരോപണം. ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകാൻ ഇന്ധനവില കുറയ്ക്കണമെന്ന് ആവശ്യം. ഖത്തർ ഇപ്പോൾ ഇറാനേക്കാൾ ഇസ്രയേലിന് കൂടുതൽ അപകടകാരിയായ ശത്രുവാണ് എന്ന് മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ്. ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ഖത്തറിനെ ഔദ്യോഗികമായി ശത്രു രാജ്യമായി പ്രഖ്യാപിക്കുമെന്നും നഫ്താലി ബെനറ്റ്. പ്രതിപക്ഷ നേതാവ് യാറിൽ ലാപിഡുമായി ചേർന്ന് രൂപീകരിച്ച ടുഗദർ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ വിശാലമായ സഖ്യ സർക്കാർ രൂപീകരിക്കാനാണ് താൻ ലക്ഷ്യമിടുന്നതെന്നും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും സർവേ ഫലങ്ങളും ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നും നഫ്താലി ബെനറ്റ്.
പാകിസ്ഥാൻ രണ്ടായി പിളർന്നു. ഓഗസ്റ്റ് 11 ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനമായി പ്രഖ്യാപിച്ച റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ആഴ്ചകൾക്ക് ശേഷമാണ് സമൂഹ മാധ്യമങ്ങളുടെ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ലോകമെമ്പാടും ആഘോഷങ്ങൾ നടത്താൻ ദേശീയ ഐക്യത്തോടെ ഈ ദിനം ആചരിക്കുവാനും ബലൂച്ച് ജനതയോട് ആഹ്വാനം ചെയ്ത റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ നടി തൃഷയ്ക്കെതിരായ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ തമിഴ്നാട്ടിൽ നാടകീയ രംഗങ്ങൾ. അധിക്ഷേപ പരാമർശം നടത്തിയ ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്ത് തഞ്ചാവൂർ പോലീസ്. കാവേരി വിഷയത്തിലെ പ്രസംഗത്തിന് തൃഷയ്ക്കെതിരെ നടത്തിയ ദ്വയാർത്ഥ പരാമർശത്തിലാണ് പോലീസ് കേസെടുത്ത് നടപടി സ്വീകരിച്ചത്. കർണാടകയിൽ സിവിൽ പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ പരിഹസിച്ച ആഭ്യന്തരമന്ത്രി പ്രിയങ്ക് ഖർഗെ ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിഷേധക്കാരുടെ ആവശ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു ഖർഗെയുടെ പരിഹാസം. പ്രതിഷേധക്കാർ 25 ദിവസം നിരാഹാരം ഇരിക്കട്ടെയെന്നും പ്രതിഷേധത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ലാത്തിചാർജ് നടത്തുമെന്നും അതിനുശേഷം താൻ രാജിവെക്കുമെന്നും മന്ത്രിയുടെ പരിഹാസം. സർക്കാർ സ്ത്രീകൾക്ക് അനുവദിച്ച പ്രിയദർശിനി സൗജന്യ യാത്രയിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു എന്ന വിവാദ പരാമർശവുമായി ഗതാഗത മന്ത്രി CP ജോൺ. പൈസയില്ലാത്ത KSRTC ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുകയാണെന്നും എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളിൽ ചേർക്കുന്നുവെന്നും മന്ത്രിയുടെ വിവാദ പ്രസ്താവന കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ വിവാദ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മന്ത്രി. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.